എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അലൈൻ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് 2.5 മീറ്റർ തുണിയാണ്, 35 വീതി. ഇത് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെ ഇതിൻ്റെ ഓപ്പൺ സൈഡ്, ഇവിടെ ഫോൾഡിങ് സൈഡ്. ഇത് തുണിയുടെ അടിവശമാണ്. ഇവിടെ നമ്മൾ ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ ഇടാം. അതിനുശേഷം 1 ഇഞ്ച് ഇങ്ങോട്ട് താഴേക്ക് മാർക്ക് ചെയ്യുക. കാരണം ഇത് കോളർ ഉണ്ട്, അപ്പോൾ അത് ബാക്ക് 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ വെക്കണം. ആ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3.25 ഇഞ്ചാണ്. നെക്ക് ഡെപ്ത്ത് വന്നിട്ട് 4 ഇഞ്ചാണ്. ഇനി ഈ നെക്ക് വരച്ചെടുക്കാം. ഇതിൻ്റെ ഷോൾഡർ 15.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 7.25 ഇഞ്ച് തന്നെ കൊടുക്കണം. 7.25 ഇഞ്ച് കൊടുക്കുക. കാരണം ഇതിൽ കോളർ ഉള്ളതുകൊണ്ട് നമ്മൾ ഷോൾഡർ മുഴുവനായിട്ടും കൊടുക്കണം. ഇവിടെ അതേ 7.25 തന്നെ കൊടുക്കാം. ഇതുപോലെ ചെസ്റ്റ് ലൈൻ വരയ്ക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചെസ്റ്റ് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 10.5 ഇഞ്ച് വയ്ക്കാം. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ ആം ഹോൾ വരയ്ക്കാം. അതിനുശേഷം ഈ കോളർ ഇവിടെ നേരെ വരച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് ബാക്ക് കുഴിച്ചെടുക്കുക. ബാക്കിനൊക്കെ ഇതേപോലെ 1/2 ഇഞ്ച് മതി. എന്നിട്ട് ഇവിടെ അതേ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഇറക്കം 41 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് വിട്ടിട്ട് 41ഉം 1 ഇഞ്ച് മടക്കി അടിക്കാണ്. അങ്ങനെ 42 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ അല്പം ഷേപ്പ് കൊടുക്കുക. സൈഡ് തൂങ്ങാതിരിക്കാനാണിത്. ഇനി ഇവിടെ ഒരു 7 ഇഞ്ചിൽ ഷേപ്പ് കൊടുക്കുക. ഷേപ്പ് നമുക്ക് വേണ്ടത് 18 ഇഞ്ചാണ്. 9.25 ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. അതിങ്ങനെ വരയ്ക്കുക. പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ ബോട്ടത്തേക്ക് ക്രോസ് ആയിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് ഉള്ള വീതി കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ബാക്കിനൊക്കെ ആദ്യം കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് ബാക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഈ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ബാക്ക് എക്സ്ട്രാ ഷോൾഡറാണ്. ഇത് ആദ്യം കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ അല്പം ഓപ്പൺ കൊടുക്കണം. അപ്പോൾ അതൊരു 3.25 ഇഞ്ച് കൊടുക്കാം. ഇതുവരേക്കും കൊടുക്കാം. ഇങ്ങോട്ട് ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത് കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെയും കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ഇങ്ങനെ 4ആക്കി മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് വീതി അത്രയും കിട്ടാത്തതുകൊണ്ട് നമ്മളിവിടെ 2 പീസ് ജോയിൻ ചെയ്യണം. അതാണ് ഇതിങ്ങനെ കുറച്ച് തള്ളിയിട്ടിരിക്കുന്നത്. ഇനി ഇതിവിടെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഇങ്ങോട്ടൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ആം ഹോൾ വേണ്ടത് 9 ഇഞ്ചാണ്. എന്നിട്ട് ഇത് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഇറക്കം വേണ്ടത് 16 ആണ്. ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടുക. 1 ഇഞ്ച് ഇവിടെ മടക്കടിക്കാനും ഇടാം. സ്ലീവ് റൗണ്ട് 11 ഇഞ്ചാണ്. അപ്പോൾ ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ പീസ് തന്നെ ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. അപ്പോൾ ഇതേപോലെ ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡൊന്ന് മടക്കി അടിക്കാം.
ഇവിടെ നിന്ന് നല്ല വശത്തുനിന്ന് തയ്ച്ചെടുക്കുക. ഇത് ക്യാൻവാസ് കൂടെ തന്നെയാണ് തയ്ച്ചിരിക്കുന്നത്. ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് തിരിച്ചിട്ട് ഇവിടെ ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിടാം. അതേപോലെ അടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഇങ്ങനെ വെച്ച് അരഞ്ചിൽ ജോയിൻറ്റ് ചെയ്യുക. അതേപോലെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കോളർ വെട്ടിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നെക്കിൻ്റെ അകലമൊന്ന് നോക്കാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അളന്ന് നോക്കുക. ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ടാണ് അളക്കേണ്ടത്, കാരണം നമ്മൾ തയ്യെത്തുമ്പോൾ ഒഴിവാക്കണം. ഇത് 19 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസ് എടുക്കുക. ഇത് കനം കുറഞ്ഞ ക്യാൻവാസാണ്. അതിനുശേഷം ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് ഒരു വരയിടാം. എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വെടുത്ത് വെച്ചത് 3.25 ഇഞ്ചാണ്. അതിവിടെ ആദ്യം മാർക്ക് ചെയ്യുക. അതിനുശേഷം നെക്കിൻ്റെ ഇറക്കം വെച്ചത് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ താഴേക്ക് വരയ്ക്കുക. അതിനുശേഷം ഈ 3.25 ഇഞ്ച് ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് റൗണ്ട് ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് വേണ്ടത് 19 ഇഞ്ചാണ്. ഒരു ഇഞ്ച് വീതി കൊടുക്കാം. ഇനി ഇവിടെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാം. ഇനി കോളർ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തുണിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇങ്ങനെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ക്കുക. അതിനുശേഷം ഈ എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അതേപോലെ വേറെ തുണിയിൽ വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ അടിച്ചെടുക്കുക. ക്യാൻവാസ് കൂടെ തയ്ക്കണ്ട, ഈ തുണിയുടെ സൈഡിൽ കൂടെയാണ് തയ്ക്കുക. ഇനി ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. ഈ ബെൻഡുള്ള ഭാഗത്തൊന്ന് കട്ട് ചെയ്ത് വിടാം. അതിനുശേഷം ഇതിൻ്റെ ഇവിടെ ഒരു 1/4 ഇഞ്ച് തയ്യത്തുമ്പ് നമുക്ക് കോളർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക. ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇത് അടിമറിച്ചെടുക്കാം. ഇനി ഇത് അറ്റാച്ച് ചെയ്യുക. അതിൽ ബാക്ക് കഴുത്തിൽ ഇതേപോലെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുക. അതിനുശേഷം ഇതിൻ്റെ അടിവശത്തു നിന്നാണ് നമ്മളിത് അറ്റാച്ച് ചെയ്ത് തുടങ്ങുക. ഇതിങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ചിൽ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ കോളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ബാക്ക് ഒന്ന് നന്നായിട്ട് നഖം കൊണ്ട് വരച്ചു വിടുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് അങ്ങനെ റൗണ്ടിൽ ഇവിടെ ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ കോളർ അറ്റാച്ച് ചെയ്യുക. ഇതിൻ്റെ സ്ലീവാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. സ്ലീവ് ഇതേപോലെ സെൻറ്റർ പിടിക്കുമ്പോൾ ഇവിടെയാണ് സെൻറ്റർ വരിക. അതായത് ഈ ജോയിൻറ്റിലല്ല വരിക, 1/2 ഇഞ്ച് മേലെയാണ് വരിക. കാരണം നമ്മൾ 1 ഇഞ്ച് ബാക്കിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 1/2 ഇഞ്ച് മേലെ സെൻറ്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ ഇതേപോലെ 1/2 ഇഞ്ചിൽ മടക്കി അടിക്കുക. ഇവിടെ നമ്മൾ തുണി കമ്മിയായതുകൊണ്ട് നമ്മൾ ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഇതേപോലെ 2 സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ട് ഓവർലോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കാം. ഈ ഷേപ്പിൻ്റെ ഇതുവരേക്കും നമ്മൾ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് ഇട്ടിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ തയ്യത്തുമ്പ് കുറച്ച് വന്നിട്ട് ബോട്ടം എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് വീതി മതി. ഇതുപോലെ ഷേപ്പിൽ കൊണ്ടുവരിക. അപ്പോൾ ഇനി ഇതേപോലെ ഈ അടുത്ത സൈഡും അടിക്കുക, ബോട്ടം അടിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇത്രയോ കാണിക്കുന്നുള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.